നമസ്കാരം, നിഖിലാണ്. വാഹനരംഗത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായിരുന്ന ഡിജി ഡ്രൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള കിടിലൻ വണ്ടിയാണ്, മഹീന്ദ്രയുടെ BE6. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ നമ്മൾ കാണാത്ത, ഇതുവരെ നമ്മൾ കേൾക്കാത്ത നിരവധി ഫീച്ചേഴ്സുള്ള ഒരു കിടിലൻ വണ്ടി എന്ന് പറയാൻ സാധിക്കും ഈ ഒരു BE6. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന 2 വർഷത്തേക്കൊക്കെ വരാൻ സാധ്യതയുള്ള മുഴുവൻ അപ്ഡേറ്റുകളും ഈ ഒരു വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അതായത് ഇന്ത്യൻ വിപണിയിലേക്ക് വരാനിരിക്കുന്ന ടെസ്ലയ്ക്കൊക്കെ അവർ വരുന്നതിന് മുൻപ് തന്നെ ഒരു ഒത്ത എതിരാളി എന്ന് പറയാൻ സാധിക്കും, അതിൻ്റെ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ BE6ൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകളാണ്. ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ അത് 10ൽ ഒതുങ്ങില്ല, അത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഫീച്ചേഴ്സാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്. മഹീന്ദ്രയുടെ BE, അതായത് ബോട്ട് ഇലക്ട്രിക് ആയിട്ടുള്ളൊരു വാഹനമാണ്. മഹീന്ദ്രയുടെ ഇൻഗ്ലോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അതായത് മഹീന്ദ്ര ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഇൻഗ്ലോ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഇതിനൊപ്പം ഇറങ്ങിയ XEV ഇറങ്ങിയിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളും കൂടിയുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇന്ത്യൻ നിരത്തുകളിൽ കണ്ടുകൊണ്ടിരുന്ന വാഹനങ്ങളുടെ ഡിസൈനിൽ നിന്നും വളരെ വലിയ വ്യത്യാസമുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ നിരത്തുകളുടെ വാഹനങ്ങളിൽ കാണുന്നൊരു ഡിസൈൻ അല്ല ഇത്. ഇതൊരു സാമ്യം തോന്നുമെങ്കിൽ നമുക്ക് ടെസ്ലയുടെ വാഹനങ്ങളുമായിട്ട് ചില സാമ്യമൊക്കെ ഈ ഒരു വാഹനത്തിന് തോന്നാം. എവിടെയോ ഒരു ഉറൂസുമായിട്ടൊക്കെ സാമ്യം ഡിസൈനിൽ ചെറിയ രീതിയിലൊക്കെ തോന്നാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ, അതുതന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത. ഈ വാഹനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇത് 2 ബാറ്ററി പാക്കുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. 79 കിലോവാട്ടിൻ്റെയും 59 കിലോവാട്ടിൻ്റെയും, അങ്ങനെ 2 ബാറ്ററി പാക്കുകൾ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 79 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിലേക്ക് വരുമ്പോൾ 683 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. 59 കിലോവാട്ടിലേക്ക് വരുമ്പോൾ റേഞ്ച് 557 റേഞ്ച് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ മോട്ടറിലേക്ക് വരുമ്പോൾ 79 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള വാഹനത്തിൽ വരുന്നത് 210 കിലോവാട്ടിൻ്റെ മോട്ടറാണ് വാഹനത്തിൽ വരുന്നത്. മറ്റതിൽ, അതായത് 59 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിലേക്ക് വരുമ്പോൾ മോട്ടർ 170 കിലോവാട്ടിൻ്റെ മോട്ടറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ പ്രധാനമായും 2 ബാറ്ററി പാക്കുകളിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രത്യേകത. ഈ വാഹനത്തിൻ്റെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ADAS ആണ്. ADAS ലെവൽ 2 നമ്മളുടെ നിരത്തിലുള്ള പല വാഹനങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ലെവൽ 2+ ആണ്. മഹീന്ദ്ര പറയുന്നത് ലെവൽ 2++ എന്നാണ്. കാരണം 12 അൾട്രാസോണിക് സെൻസറുകൾ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്, 5 റഡാറുകൾ നൽകിയിട്ടുണ്ട്, ഒരു വിഷൻ ക്യാമറയും അതിന് വേണ്ടിയിട്ട് ഈ ഒരു ADAS ലെവൽ 2+ന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. ഇതിന് കൂടെ ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് സേഫ്റ്റിയാണ്. സേഫ്റ്റിയിലും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കാരണം 7 എയർ ബാഗുകൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. 6 സ്റ്റാൻഡേർഡും 7ാമത്തേത് നീ എയർ ബാഗുമാണ്. അങ്ങനെ 7 എയർ ബാഗ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5 സ്റ്റാർ, അതായത് ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗും ഈ ഒരു വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ നാലാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഇതിൽ ഓട്ടോ പാർക്ക് ഫീച്ചർ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വാഹനം തനിയെ പാർക്ക് ചെയ്യാനുള്ള ഫീച്ചർ ഈ ഒരു വാഹനത്തിലുണ്ട്. അത് 3 ടൈപ്പിലുണ്ട് എന്നുള്ളതാണ്. അതായത് വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് വെർച്വൽ പാർക്കിംഗ്, അതായത് വെർച്വൽ സ്പേസ് കണ്ടെത്തി നമ്മളുടെ വാഹനം കിടക്കുന്നതിന് തൊട്ടടുത്തുള്ള ബാക്കിയുള്ള സ്പേസുകൾ, അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിംഗ് സ്ലോട്ടിലെത്തി അവിടെ പാർക്ക് ചെയ്യാനാണെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി വാഹനം ആ ഒരു സ്പേസിൽ പാർക്ക് ചെയ്യും. അങ്ങനെ വെർച്വൽ പാർക്കിംഗ് ഓപ്ഷൻ ഉണ്ട്. മറ്റൊന്ന്, വാഹനം പുറത്തിറങ്ങിയതിന് ശേഷം ഇതിൻ്റെ കീ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മളുടേതായി ഇതാണ് കീ, ഈ കീ ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ ഓപ്ഷൻസ് ഉപയോഗിച്ച് വാഹനം മുന്നിലേക്കും പിന്നിലേക്കും ഒക്കെ നമുക്ക് ഇറക്കാൻ സാധിക്കും. അതിപ്പോൾ നമ്മളെവിടെയെങ്കിലും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ, നമ്മളെവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി പോയതിന് ശേഷം മറ്റു വാഹനങ്ങൾ കൊണ്ട് നമ്മളുടെ പാരലായിട്ട് ചേർത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമുക്ക് മുന്നിലേക്കും പിന്നിലേക്കും, അതായത് ആ പാർക്കിംഗ് സ്ലോട്ടിൽ നമുക്ക് പുറത്തിറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു പാർക്കിംഗ് രീതി എന്ന് പറഞ്ഞാൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അതായത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വാഹനം
പാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 3 രീതിയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓട്ടോ പാർക്ക് എന്ന ഫീച്ചറും ഈ ഒരു വാഹനത്തിലുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 5ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. കാരണം മുൻപിലും പിന്നിലും മുൻഭാഗത്ത് ഐലിങ്ക് സസ്പെൻഷനും പിൻഭാഗത്തേക്ക് വരുമ്പോൾ 5 ലിങ്ക് സസ്പെൻഷനും അങ്ങനെയുള്ള സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഒരു വാഹനത്തിൽ സ്റ്റെബിലൈസർ ബാറും കൂടി നൽകിയിട്ടുണ്ട്. അതായത് അത്യാവശ്യം മോശം കണ്ടീഷനുള്ള റോഡിലാണെങ്കിലും മികച്ച സസ്പെൻഷൻ നമുക്ക് കംഫർട്ട് ഈ വാഹനത്തിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പറഞ്ഞതുപോലെ തന്നെ ഐലിങ്ക് സസ്പെൻഷൻ മുന്നിലും പിൻഭാഗത്ത് 5 ലിങ്ക് സസ്പെൻഷനും ഒപ്പം ഒരു സ്റ്റെബിലൈസർ ബാറും നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ 6ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ ഒരു ചാർജിങ് ടൈമാണ്. അതായത് 20 നിന്നും 80% വരെ ചാർജ് എത്താൻ, അതായത് 175 കിലോവാട്ടിൻ്റെ ചാർജറിൽ ഫാസ്റ്റ് ചാർജറിൽ ചാർജ് എത്താൻ വേണ്ടി 20 മിനിറ്റ് മതിയാകും. 20 മിനിറ്റ് കൊണ്ട് വാഹനം 20 നിന്ന് 80% വരെ ചാർജ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു BS6-ൻ്റെ 7ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഈ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനാണെന്ന് പറയാം. ഒരു ഡ്യുവൽ സ്ക്രീനാണ്. കാരണം ഒരു വശത്ത് ക്ലസ്റ്ററും മറുവശത്ത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവുമാണ്. അതിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഓട്ടോ പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് AI ഒരു ഫീച്ചറും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 8295 പ്രോസസ്സറാണ് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതിൽ തന്നെ 24 GB റാമും ഒപ്പം തന്നെ 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസും ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇതിൽ സെക്യൂർ 360 ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഇത് കണ്ടില്ലേ, വാഹനത്തിന് ഉള്ളിലെ വിഷ്വൽസും പുറത്തെ വിഷ്വൽസും നമുക്ക് റെക്കോർഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതായത് നമുക്ക് വാഹനത്തിന് പുറത്തെ വിഷ്വൽസ് വേണമെങ്കിൽ അങ്ങനെ ഇത് ചെയ്യാം. ഓരോ ക്യാമറയുടെ വിഷ്വൽസും നമുക്ക് അങ്ങനെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമുക്കിപ്പോൾ ഇതിനകത്തൊരു നേരത്തെ പറഞ്ഞ 128 GB നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് ഇത് റെക്കോർഡ് ചെയ്യാം. ഒപ്പം നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസ്, ഇപ്പോൾ നമ്മളുടെ പെൻ ഡ്രൈവോ ഒക്കെ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇത് അതിലേക്കും നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ 8ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ ആണ്. അത് വിഷൻ എക്സ് എന്ന് പറയുന്ന ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ ആണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്. കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ വാഹനത്തെ സംബന്ധിച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ഇപ്പം വാഹനത്തിൻ്റെ കിലോമീറ്റർ, അപ്പം അഡാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ വരെ നമുക്ക് അതിൽ വാണിംഗ് ലഭിക്കും. അപ്പം നമ്മൾ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് റോഡിലെ സൈൻ ബോർഡുകളുണ്ടല്ലോ, ഇത്ര കിലോമീറ്റർ മാത്രമാണ്, ഇന്നടത്ത് പെട്രോൾ ക്രോസിംഗ് ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഫോൺ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് കോൾ വരുന്നത് അവിടെ എഴുതി കാണിക്കും, ആരാണ് വിളിക്കുക എന്നുള്ളത് എഴുതി കാണിക്കും. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നാവിഗേഷൻ, 10x10 നാവിഗേഷൻ, അതിലുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കാതെ തന്നെ നേരെ നോക്കിക്കൊണ്ട് ഈ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കൊണ്ട്, സാധാരണ ഹെഡപ്പ് ഡിസ്പ്ലേ പോലെ തന്നെ, പക്ഷേ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി. സാധാരണ ഹെഡപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ നിന്നൊരു അഡീഷണൽ ഡിസ്പ്ലേ വരികയാണെങ്കിൽ ഇത് അതിന് പകരം ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ നമ്മളുടെ മുൻഭാഗത്തെ ഗ്ലാസ്സിലായിരിക്കും അത് ലഭിക്കുക. ഇനി വാഹനത്തിൻ്റെ 9ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം തന്നെയാണ്. കാരണം ഇതിനുള്ളിൽ 16 സ്പീക്കറുകൾ വരുന്നുണ്ട്. ഹർമൻ്റെ കാർഡൻ സ്പീക്കറുകളാണ് വരുന്നത്. അതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒപ്പം ഡോൾബിയും ഇതിനുള്ളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. അപ്പോൾ 16 സ്പീക്കറുകൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഈ ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ AI ഫീച്ചറാണ്. സാധാരണ നമ്മൾ വാഹനങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അത് മഹീന്ദ്രയുടെ ഒരു ഒരു ആർട്ടിഫിഷ്യൽ AI ആണ് വരുന്നത്. മഹീന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ചർ, MAIA എന്നുള്ളതാണ് അതിൻ്റെ പേര് വരുന്നത്. അത് പറഞ്ഞതുപോലെ ഇതിനുള്ളിൽ നമുക്ക് നമ്മളുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. AI നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നമുക്കൊരു AI-യുടെ സപ്പോർട്ട് കൂടി നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹീന്ദ്രയുടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള മഹീന്ദ്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർക്കിടെക്ചർ, MAIA എന്നുള്ളതാണ് ആ ഒരു AI-യുടെ പേര് നൽകിയിട്ടുള്ളത്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ 10ാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചർ.
ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകൾ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തെ അടുത്തറിയേണ്ടതുണ്ട്. നമുക്ക് മുൻഭാഗത്തുനിന്ന് തുടങ്ങാം. ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ് വാഹനത്തിലുള്ളത്. മുൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടുവിലായിട്ട് ഒരു ഇലിമിനേറ്റ് ചെയ്യുന്ന BE ലോഗോ നൽകിയിട്ടുണ്ട്. മഹീന്ദ്രയുടെ ലോഗോ ഇവിടെ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. BE അതായത് ബോൺ ഇലക്ട്രിക് എന്ന ഒരു ലോഗോ ഇവിടെ നൽകിയിട്ടുള്ളത് ഇലിമിനേറ്റ് ചെയ്യുന്ന ലോഗോയാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആക്റ്റീവ് എയർ വെൻറ്റ് നൽകിയിട്ടുണ്ട്. അത് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് കൃത്യമായി ഇവിടെയും ഓപ്പൺ ആണ് എന്നുള്ളതാണ്. ഇവിടേക്ക് വന്നാൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു ആക്റ്റീവ് എയർ വെൻറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ ഒരു C ടൈപ്പുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് DR നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിട്ടുണ്ട്. ഇതുണ്ടല്ലേ വാഹനം നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായി കണ്ട അങ്ങനെ DR ഒരു C ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഹെഡ്ലാമ്പാണ്. ഹെഡ്ലാമ്പ് ഇതാ ഈ പോർഷനിലാണ് നൽകിയിട്ടുള്ളത്. അത് ബൂസ്റ്റർ ഹെഡ്ലാമ്പാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അതായത് വാഹനം നമ്മളൊരു 60-70 സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നോർമലി നമുക്കുള്ള ആ ഒരു ലൈറ്റ് ആണെങ്കിൽ അതിന് മുകളിലേക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ലൈറ്റ് അത് നമുക്ക് വിസിബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടി അതിൻ്റെ പവർ കൂടും. അത് അങ്ങനെ ബൂസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരു ബൂസ്റ്റർ ഹെഡ്ലാമ്പാണ് നൽകിയിട്ടുള്ളത്. മുൻഭാഗത്തെ എടുത്തു വരേണ്ട ഡിസൈൻ ഇതൊക്കെയാണ്, കാഴ്ചകൾ ഇതൊക്കെയാണ്. ഒപ്പം നമ്മൾ അഡാസിൻ്റെ ആ ഒരു സെൻസറുകളൊക്കെ ഇതുണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ അഡാസിൻ്റെ സെൻസറുകളും അതിൻ്റെ റഡാറും ഇവിടെ 360യുടെ ക്യാമറയും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മുൻഭാഗത്തെ പ്രധാനപ്പെട്ട ഡിസൈൻ വരുമ്പോൾ അതാണ്. ഇനി നമുക്ക് ഒപ്പം ഇവിടെ ഒരു B6ൻ്റെ ബാഡ്ജിങ്ങും മഹീന്ദ്രയുടെ ആ ഒരു ബോൺ ഇലക്ട്രിക്കിൻ്റെ മഹീന്ദ്ര എന്നുള്ളൊരു ലോഗോ, പുതിയ ലോഗോയാണത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി EVക്ക് വേണ്ടി മഹീന്ദ്ര രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോയാണ്. അത് ഇവിടെ ഒരു ഇതായിട്ട് സ്റ്റിക്കറായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു QR ഉണ്ട്. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബ്രോഷർ നമുക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൂപ്പേ, സ്പോർട്സ് കൂപ്പേ ഡിസൈനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. എന്താണ് അതിൽ തന്നെ കുറച്ച് ഒരു പവർഫുൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ വശക്കാഴ്ചയിലുമുണ്ട്. ഇനി നമുക്ക് ടയറിലേക്ക് വന്നാൽ 19 ഇഞ്ചിൻ്റെ ടയറുകളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് എന്നുള്ളതാണ്. 245 പ്രൊഫൈലുള്ള 19 ഇഞ്ച് ടയറാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതിൽ തന്നെ ഒരു അപ്ഡേഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ വാഹനത്തിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷണലായിട്ട് 20 ഇഞ്ചിൻ്റെ ടയർ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ അലോയ്സിലൊക്കെ വ്യത്യാസം വരും. ഈ അലോയ്സ് ആയിരിക്കില്ല 20 ഇഞ്ചിൻ്റെ ടയർ വരുമ്പോൾ അതിലേക്ക് ഈ അലോയ്സിൻ്റെ ഡിസൈനിലൊക്കെ മാറ്റമുണ്ട്. ഒപ്പം അതിൻ്റെ ഈ ഒരു അലോയ്സിൻ്റെ ഒത്ത നടുവിലായിട്ട് BEയുടെ ആ ഒരു ബോൺ ഇലക്ട്രിക്കിൻ്റെ ലോഗോ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ ടയർ അത് ഫോം ടയറാണ്. അതായത് വാഹനത്തിനുള്ളിൽ നമുക്ക് റൈഡിങ് കംഫർട്ട് കൂടുന്നതിന് വേണ്ടി ഒപ്പം തന്നെ ഈ ഒരു ടയറിൻ്റെ നോയ്സൊക്കെ നമുക്ക് വാഹനത്തിനുള്ളിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോം ടയറുകളാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ മിറർ നൽകിയിട്ടുണ്ട്. മിററിൽ തന്നെ ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. താഴെ 360യുടെ ക്യാമറ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോഴൊക്കെ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് ഓരോ സ്ഥലത്തേക്ക് വരുമ്പോഴും അതിനനുസരിച്ചിട്ട് ഡിസൈൻ അങ്ങനെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വരുന്ന പല വാഹനങ്ങൾ കാണുന്നതാണ് ഈ ഒരു ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. അത് മുൻഭാഗത്ത് മാത്രമാണ് ഫ്ലഷ് ഡോർ ഹാൻഡിലുള്ളത്. പിൻഭാഗത്ത് അങ്ങനെയല്ല. നമ്മൾ പല വാഹനങ്ങൾ കണ്ടുവരുന്ന പോലെ തന്നെ ആ ഒരു നമ്മളുടെ വിൻഡോ ഗ്ലാസിനോട് ചേർന്നാണ് ആ ഒരു പിൻഭാഗത്തെ ഡോർ ഹാൻഡിൽ നൽകിയിട്ടുള്ളത്. പിന്നെന്താ ഇവിടെ ഇൻഗ്ലോ ഇലക്ട്രിക് ഒറിജിൻ എന്നൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിൽ പ്ലാറ്റ്ഫോമാണ് ഇൻഗ്ലോ എന്നുള്ള പ്ലാറ്റ്ഫോം. അത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി ഇനി വരാനിരിക്കുന്നതും ഇപ്പോൾ ഇറങ്ങിയ 2 വാഹനങ്ങളല്ലാതെ ഇനി കുറച്ചധികം ഇലക്ട്രിക് വാഹനങ്ങൾ മഹീന്ദ്രയിൽ നിന്ന് വരാനുണ്ട്. ഇനി പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് വാഹനം താണ്ടിലെ അടിപൊളി ഡിസൈനാണ്. വേറെ ലെവൽ എന്ന് പറയാം. നമ്മളുടെ വാഹന വിപണിയിൽ വാഹന വിപണിയെ മൊത്തത്തിൽ വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനം നൽകിയിട്ടുള്ളത്. പിൻഭാഗത്ത് ഒത്ത നടുവിലായിട്ട് മഹീന്ദ്രയുടെ നേരത്തെ പറഞ്ഞ ആ ഒരു ഇലക്ട്രിക്കിന് വേണ്ടി EVകൾക്ക് വേണ്ടി മഹീന്ദ്ര നിർമ്മിച്ച പുതിയ ലോഗോ അത് ഒത്ത നടുവിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ B6ൻ്റെ ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് ഒക്കെ വരുമ്പോൾ കൂപ്പേ, സ്പോർട്സ് കൂപ്പേ ആ ഒരു ഡിസൈൻ ഇങ്ങനെ ചരിഞ്ഞിറങ്ങി നിൽപ്പുണ്ട്. പ്രധാനപ്പെട്ട സവിശേഷത ഇത് കണ്ടില്ലേ, ഒരു B ലോഗോ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഇത് കണ്ടോ കുറച്ചധികം LED ലൈറ്റുകൾ കണ്ട അത് വേവ് ചെയ്യുന്ന രീതിയിലുള്ള നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ തന്നെ അൺലിമിറ്റ് ഇന്ത്യ എന്നൊരു കണ്ടോ ടെക്സ്റ്റും കൂടി എഴുതി കാണിക്കും. ഭാവിയിൽ ഇത് നമുക്ക് കസ്റ്റം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക്
അപ്ഡേറ്റ് ചെയ്യും എന്നാണ് മഹീന്ദ്ര അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ അടുത്ത അപ്ഡേറ്റ് വരുന്ന സമയത്ത് അത് നമുക്ക് കസ്റ്റമായി ഇപ്പോൾ നമ്മളുടെ പേരൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതിയിടാൻ കഴിയുന്ന രീതിയിലേക്കാണ് മഹീന്ദ്ര ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതിയിടണമെങ്കിൽ അങ്ങനെ എഴുതിയിടാം. അതാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം ഒട്ടേറെ ഫീച്ചറുകൾ ഈ ലൈറ്റിൽ തന്നെ മഹീന്ദ്ര ഒരുക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് മൂഡ് അനുസരിച്ചിട്ട് പാർട്ടികളൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ആംബിയൻറ്റ് ലൈറ്റിന് സമാനമായ രീതിയിൽ തന്നെ ഈ ലൈറ്റുകളൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. അതായത് ഈ ഒരു ലൈറ്റുകളും നമുക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പം ടെയിൽ ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, DRLന് സമാനമായ രീതിയിലുള്ള ഡിസൈനാണ് ടെയിൽ ലാമ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ റിവേഴ്സ് ലൈറ്റ് ഇതാ ഇവിടെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. സെൻട്രൽ പോർഷനിൽ ഒരു റിവേഴ്സ് ലൈറ്റ് മാത്രമാണ് നൽകിയിട്ടുള്ളത്. വശങ്ങളിൽ റിവേഴ്സ് ലൈറ്റ് ഇല്ല. ബാക്കി ലൈറ്റുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒറ്റ സ്ട്രെച്ചിലാണ്. അതായത് ഇവിടുന്ന് തുടങ്ങി അടുത്ത വശത്ത് വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരൊറ്റ ഡിസൈനിൽ മാത്രമാണ് ലൈറ്റുകൾ നൽകിയിട്ടുള്ളത്. മറ്റ് ലൈറ്റുകളോ വേറെ കാര്യങ്ങളോ ഒന്നും എങ്ങും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതില്ലേ, നമുക്ക് വേവ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ബൂട്ട് സ്പേസ് നൽകി കണ്ടോ. ബൂട്ടിലിട്ട് അങ്ങനെയാണ് നമുക്ക് ഗസ്റ്റർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് കാല് വേവ് ചെയ്ത് കൊണ്ട് കഴിഞ്ഞ് അത് ഓപ്പൺ ആകും. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഒപ്പം വാഹനത്തിനുള്ളിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി ബൂട്ടിലെ സ്പേസിലേക്ക് വന്നാൽ 450 ലിറ്ററിൻ്റെ ഒരു വലിയ ബൂട്ട് സ്പേസ് തന്നെ വാഹനത്തിൽ നൽകിയിട്ടുണ്ട് എന്ന് പറയാം. അതായത് അത്യാവശ്യം നല്ല വലിപ്പം. ഈ പാർസൽ ട്രേ മാറ്റിയാൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് ഇരിക്കാം. വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം. അപ്പോൾ അത്രയും വലിയൊരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇതിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ സ്പെയർ വീല് നൽകിയിട്ടുണ്ട്. അത് സാധാരണ ടയറാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന എല്ലാ വാഹനങ്ങളും കാണുന്നതിന് സമമായ രീതിയിൽ സാധാരണ ടയറുകളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പിൻഭാഗത്തെ സീറ്റുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അഡീഷണൽ സ്റ്റോറേജ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ പിൻഭാഗത്തെ സീറ്റുകൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അഡീഷണൽ സ്പേസ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതല്ലേ, ഇങ്ങനെയും നമുക്ക് ഈ ഒരു ബൂട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ഈ വാഹനത്തെ ചുറ്റി കറങ്ങി കണ്ടു. ഒരു EV ആണ്. EVയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജിങ് ആണ്. ഇവിടെയാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ ഭാഗത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായ കാര്യം. അധികം നമ്മൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വാഹനത്തിൻ്റെ ചാർജിങ് പോർട്ട് എവിടെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അതാ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അധികം ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ BAയുടെ ഒരു ബാഡ്ജിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാഹനം നമുക്ക് 20 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ 20-ൽ നിന്ന് 20% നിന്ന് 80% വരെ ചാർജ് എത്തിക്കാൻ 20 മിനിറ്റ് കൊണ്ട് സാധിക്കും. അത് 175 കിലോവാട്ടിൻ്റെ ആ ഒരു ചാർജർ ഉപയോഗിക്കും. ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് 80% ചാർജ് നമുക്ക് 20 മിനിറ്റ് കൊണ്ട് വാഹനം ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിനുള്ളിൽ കുറച്ച് ചാർജിങ്ങിന് ഇൻഡിക്കേഷനുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതായത് ബാറ്ററി സ്റ്റാറ്റസ്, ലോ ബാറ്ററി, ചാർജിങ്, ഷെഡ്യൂൾഡ്, വെരിഫിക്കേഷൻ, എറർ, അങ്ങനെ കുറച്ച് വാണിങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു B എന്ന ഒരു ബാഡ്ജിങ്ങിനൊപ്പം തന്നെ ഒരു ചെറിയ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ എന്താണോ അതനുസരിച്ചുള്ള വാണിംഗ് ആണ്. അതായത് ഓരോ ലൈറ്റും കത്തുന്ന സമയത്ത് അത് എന്തിൻ്റെ വാണിംഗ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ അതിനുള്ളൊരു ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ചാർജ് ചെയ്യുന്നതിന് നമുക്ക് നോർമൽ രീതിയിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ചാർജിങ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ വാഹനം ചാർജ് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് ചാർജിങ്ങിൽ നിന്ന് റിലീസ് ചെയ്യണം അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അത് നമുക്ക് രാവിലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാം. രാവിലെ നമുക്കൊരു 8 മുതൽ 9 മണി വരെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓഫീസിൽ ചാർജറിൽ കുത്തിയിട്ടാൽ നമുക്കൊരു 8 മണി മുതൽ 9 മണി വരെ മാത്രമാണ് ഈ വാഹനം ചാർജ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് ആ ഒരു സമയം 8 മുതൽ 9 വരെ എന്നുള്ളത് ആപ്പ് ഉപയോഗിച്ച് നമുക്കതിൽ ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നേരത്തെ പറഞ്ഞ പോലെ കുറേയധികം ഫീച്ചേഴ്സ് ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ കീ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി അതായത് വീട്ടിലെ അംഗങ്ങൾക്കോ ആർക്കെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ ഒരു വാഹനം കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു വാഹനം ഓഫീസിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്, എൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് വാഹനം വേണം, ഞാൻ സ്ഥലത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ കീ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു സുഹൃത്തിന് നമ്മൾ വാഹനം കൊടുത്തെന്ന് വിചാരിക്കാം. ആ ഒരു സുഹൃത്തിന് വാഹനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ജിയോ ഫെൻസിങ് വഴി ഈ വാഹനം ട്രാക്ക് ചെയ്യാനും, ഇപ്പോൾ നമ്മൾ 20 കിലോമീറ്റർ ചുറ്റളവ് റേഡിയസ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വെഞ്ഞാറമൂട് വരെ പോയാൽ മതി. അത്രയും കിലോമീറ്റർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു ഡിസ്റ്റൻസിനുള്ളിൽ എത്തുമ്പോൾ നമുക്ക് അലേർട്ട് ലഭിക്കും. വേണമെങ്കിൽ ആ കിലോമീറ്റർ പുറത്തേക്ക് പോകുമ്പോൾ വാഹനം ഓഫ് ചെയ്യാനും
ഒപ്പം തന്നെ വാഹനത്തിലുള്ള ബാക്കിയുള്ള കാര്യം കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ EV ആണ്, അപ്പോൾ അതുകൊണ്ട് ഇതിന് എഞ്ചിൻ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം ഈ ഒരു മുൻഭാഗത്ത് നമ്മളുടെ ബോണറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് ഉള്ളതെന്നൊരു ചോദ്യമുണ്ട്. ഇതിനും അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. 45 ലിറ്ററാണ് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് 35 കിലോ വരെ ഇതിനുള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. 35 കിലോ വരെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോൾ പലരും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതായത് വീട്ടിലേക്ക് ആവശ്യമുള്ള ചിക്കൻ അതുപോലെ തന്നെ ഫിഷ് ഒക്കെ വാങ്ങിയിട്ട് വാഹനത്തിനകത്ത് വെക്കാൻ കഴിയാത്ത രീതിയിൽ ഡോറിലൊക്കെ തൂക്കിയിട്ടുണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വാഹനത്തിലാണെങ്കിൽ നമുക്കത് ഇവിടെ, ഇപ്പോൾ ഫിഷൊക്കെ ആണെങ്കിൽ ഇവിടെ വെക്കാം. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, അതിൽ നിന്ന് വെള്ളം വരുമ്പോൾ ഐസിൻ്റെ വെള്ളം ഐസിലിട്ട് വെക്കുന്നതാണ്, അതിൻ്റെ വെള്ളം വരുമ്പോൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. അതിനും ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇതൊന്ന് ഊരിക്കഴിഞ്ഞാൽ, ഈ ഒരു നോബ് ഊരിക്കഴിഞ്ഞാൽ ഒരു സ്പേസ് അവിടെ വരുന്നുണ്ട്. ക്ലീൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 45 ലിറ്റർ സ്പേസ് ഉണ്ട്. 35 കിലോ ഭാരം വരെ നമുക്ക് ഇതിനകത്ത് എന്തായാലും സ്റ്റോർ ചെയ്യാനും സാധിക്കും. അപ്പം ചാർജറൊക്കെ നമുക്ക് കൃത്യമായി ഇതിനുള്ളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. മറ്റെന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിവിടെ എന്തായാലും സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. നിരവധി ഫീച്ചേഴ്സ് ഇനിയും ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെ കാഴ്ചകൾ മാത്രമാണ് കണ്ടത്. അകത്തേക്ക് വരുമ്പോൾ ഇതിലും കൂടുതൽ പറഞ്ഞാലും തീരാത്ത, നമ്മൾ ഒരു എപ്പിസോഡ് കൊണ്ട് പോലും പറഞ്ഞാൽ തീരാത്ത അത്ര ഫീച്ചേഴ്സ് ഇനിയും ഈ ഒരു വാഹനത്തിനുള്ളിലുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ വിലയിലേക്ക് വന്നാൽ 5 വേരിയൻറ്റുകളാണ് ഈ ഒരു വാഹനത്തിന് ലഭ്യമായിട്ടുള്ളത്. അത് 5 വേരിയൻറ്റുകളായിട്ട് ഈ വാഹനം ലഭ്യമാണ്. വിലയിലേക്ക് വന്നാൽ 19 ലക്ഷം മുതൽ 27 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. B6 വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 19 ലക്ഷത്തിൽ തുടങ്ങി 27 ലക്ഷം വരെ എക്സ്-ഷോറൂം പ്രൈസാണ്. മറ്റൊരു കാര്യം, ഇന്ന് നമുക്ക് ഈ ഷൂട്ടിന് വേണ്ടി ഈ ഒരു വാഹനം തന്നത് തിരുവനന്തപുരത്തുള്ള CBC മഹീന്ദ്രയാണ്. നിങ്ങൾക്ക് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ അവരെ സമീപിച്ചാൽ അവരതിനുള്ള സൗകര്യം ഒരുക്കി തരുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു വാഹനം ഇഷ്ടപ്പെട്ടാൽ, വാഹനം വാങ്ങണം എന്നാഗ്രഹിച്ചാൽ ആദ്യം ആ ഒരു വാഹനം പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ CBC മഹീന്ദ്രയിൽ പോയാൽ അവർ ടെസ്റ്റ് ഡ്രൈവിനുള്ള സൗകര്യമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരുക്കി തരും. അപ്പോൾ എന്തായാലും നമ്മളുടെ ഡിജി ഡ്രൈവിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.